ഹായ് എവരി വൺ. സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം അയോണിക് ഇക്വിലിബ്രിയത്തിൽ നിന്ന് നമ്മുടെ എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ന് ക്രാക്ക് ഇറ്റ് വിത്ത് NCERT-യുമായി നമ്മൾ ചെയ്യുന്ന ചോദ്യം ഇക്വിലിബ്രിയത്തിലെ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ചോദ്യം നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ സൊല്യൂബിലിറ്റി ഓഫ് A2X3 in pure water assuming that neither kind of ion react with water. Solubility product of A2X3 salt is Ksp equal to 1.1 into 10 to the power minus 23. ഇത് NCERT-യിലെ ഒരു എക്സാമ്പിൾ ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചെറിയൊരു കോൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ സോൾട്ടിൻ്റെ KSP ഇക്വേഷൻ എഴുതുക എന്ന് നമുക്ക് ജനറലൈസ് ചെയ്യാം. സോ ഞാനിവിടെ രണ്ട് എക്സാമ്പിളുകളാണ് എടുത്തിരിക്കുന്നത്. AB എന്നുള്ള സോൾട്ടും AB3 എന്നൊരു സോൾട്ടും. AB എന്ന് പറയുന്ന സോൾട്ട് വെള്ളത്തിലിടുമ്പോൾ അയാൾ ഡിസോസിയേറ്റ് ചെയ്ത് A+ അയോണും B- അയോണുകളുമായി ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ടാവും. എന്താണ് സൊല്യൂബിലിറ്റി? ഒരു ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് സോൾവെൻറ്റിൽ ഒറ്റ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്രത്തോളം സോൾട്ടിനെ ഡിസോൾവ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ മെഷറിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂബിലിറ്റി. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് S മോൾസ് ഓഫ് AB സോൾട്ട് ഡിസോൾവ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ S മോൾസ് ഓഫ് A+ അയോണും S മോൾസ് ഓഫ് B- അയോണും ഫോം ചെയ്തിട്ടുണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. ഇറ്റ് വിൽ ബി KEQ is equal to concentration of A+ ion into concentration of B- ion. A+ അയോണിൻ്റെയും B- അയോണിൻ്റെയും കോൺസെൻട്രേഷൻ നമ്മളിവിടെ S ആയിട്ടാണ് എടുത്തത്. സോ ഇറ്റ് വിൽ ബി S into S, the value will be S square. സൊല്യൂബിലിറ്റി വാല്യൂവിനെ നമ്മളിവിടെ മൾട്ടിപ്ലൈ അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ വിളിക്കുക KSP എന്നായിരിക്കും. സോ KSP is equal to S square എന്നുള്ള റിലേഷൻ നമുക്കിവിടെ കിട്ടി. ഇതുപോലെ രണ്ടാമത്തെ സോൾട്ട് ആയിട്ടുള്ള AB3യുടെ കേസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. AB3 എന്നുള്ള സോൾട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അയാൾ A3+ അയോണും 3 B- അയോണുകളുമായിട്ടായിരിക്കും ഡിസോസിയേറ്റ് ചെയ്യുക. നമ്മൾ ഇമാജിൻ ചെയ്യുക S ആണ് സൊല്യൂബിലിറ്റി എന്ന് വെച്ചാൽ S മോൾസ് ഓഫ് സോൾട്ട് ആയിരിക്കും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി S മോൾസ് ഓഫ് A3+ അയോണും 3S മോൾസ് ഓഫ് B- അയോണും ഫോം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ KSPയുടെ ഇക്വേഷൻ എന്തായിരിക്കും? KSP will be concentration of A3+ into concentration of B- power 3, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റുകൾ മറക്കാൻ പാടില്ല, ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് AB3. AB3 എന്ന് പറയുന്ന ഒരു സോൾട്ട് ആണ്, വിച്ച് ഇസ് എ സോളിഡ്. അതുകൊണ്ട് തന്നെ അയാളുടെ കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ടായിരിക്കും എടുക്കുക. യു ക്യാൻ നെഗ്ലക്റ്റ് ഇറ്റ്. അതുതന്നെയാണ് നമ്മൾ AB എന്നുള്ള സോൾട്ടിൻ്റെ കാര്യത്തിലും ചെയ്തത്. സോ കോൺസെൻട്രേഷൻ ഓഫ് A3+ എന്ന് പറയുന്നത് S ആണ്, കോൺസെൻട്രേഷൻ ഓഫ് B- എന്ന് പറയുന്നത് 3S ആണ്, പവർ വാല്യൂ 3. സോ KSPനെ നമുക്ക് ഇങ്ങനെ എഴുതാം, S ഇൻറ്റു 3³ വാല്യൂ 27 ഇൻറ്റു S³. ഓവറോൾ KSPയുടെ ഇക്വേഷൻ വരിക 27S⁴ എന്നായിരിക്കും. ഇതുപോലെ ഓരോ സോൾട്ടിനും സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിൻ്റെ ഇക്വേഷൻ എഴുതാൻ നമുക്ക് സാധിക്കണം. ഇനി നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സോൾട്ട് എന്ന് പറയുന്നത് A2X3 എന്ന് പറയുന്ന ഒരു സോൾട്ടിനെ പറ്റിയാണ്. നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ A2X3 എന്നുള്ള സോൾട്ടിൻ്റെ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. ആദ്യമേ നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. A2X3 എന്നുള്ള സോൾട്ട് ഡിസോസിയേറ്റ് ചെയ്ത് 2 A3+ അയോണായിട്ടും 3 X2- അയോണായിട്ടും സ്പ്ലിറ്റ് ആവുന്നു, അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ആവുന്നു. നമ്മൾ അസ്യൂം ചെയ്യുന്നു സൊല്യൂബിലിറ്റി S മോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ 2S മോൾസ് ഓഫ് A3+ അയോണും 3S മോൾസ് ഓഫ് X2- അയോണും ഫോം ചെയ്തിട്ടുണ്ടാവണം. KSPയുടെ ഇക്വേഷൻ എങ്ങനെ വരും? KSP will be equal to concentration of A3+ power 2 into concentration of X2- power 3 divided by A2X3യുടെ കോൺസെൻട്രേഷൻ ഞാൻ എഴുതുന്നില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ പ്യുവർ സോളിഡ്. നൗ A3+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം, വിച്ച് ഈസ് 2S ഹോൾ പവർ 2 3S ഹോൾ പവർ 3. സോ ഈ ഇക്വേഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 2² 4 ഇൻറ്റു S² 3³ 27 ഇൻറ്റു S⁴ എന്ന് വരും. ഓവറോൾ ഇക്വേഷൻ 108S⁴ എന്ന് വരും. ഇനി ഈ KSPയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. KSP വിച്ച് ഈസ് 108S⁴. ആ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അത് 1.1 ഇൻറ്റു 10 to the power minus 23 ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സൊല്യൂബിലിറ്റിയാണ്. സോ S⁴ is equal to 1.1 into 10 to the power minus 23 divided by 108.
108നെ തൽക്കാലം ഞാൻ 1.08 into 10 to the power 2 എന്ന് എഴുതുകയാണ് ഫോർ കൺവീനിയൻസ്. സോ 1.1 divided by 1.08 അപ്രോക്സിമേറ്റ്ലി 1 അല്ലേ? വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 1 into 10 to the power minus 25. എസ് പവർ 5ൻ്റെ വാല്യൂ ആണ് 1 into 10 to the power minus 25. അപ്പോൾ എസിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 10 power minus 25 whole power 1 by 5. ദാറ്റ് വിൽ ബി 10 to the power minus 5 mole per liter. ഇങ്ങനെയാണ് നമ്മൾ സൊല്യൂബിലിറ്റി വാല്യൂ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ചോദ്യം KSP വാല്യൂ തന്നിട്ട് സൊല്യൂബിലിറ്റി കണ്ടുപിടിക്കാനാകാം, അല്ലെങ്കിൽ സൊല്യൂബിലിറ്റി തന്ന ശേഷം KSP കണ്ടുപിടിക്കാനും ആവാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ചോദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ദ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് എ സ്പാരിംഗ്ലി സൊല്യൂബിൾ സോൾട്ട് AX2 ഈസ് 3.2 into 10 to the power minus 11. ഇറ്റ്സ് സൊല്യൂബിലിറ്റി ഇൻ മോൾ പെർ ലിറ്റർ ഈസ്. നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ടേക്ക് ഇറ്റ് ആസ് എ ഹോം അസൈൻമെൻറ്റ്. നിങ്ങളുടെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.